ഹലോ, നമസ്കാരം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും വിരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 3-4 ദിവസം, എനിക്കൊന്നൊരാഴ്ചയായി എനിക്കൊരു മെസ്സേജ് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് അയച്ചിട്ട്. ആ വീഡിയോ ചെയ്യാൻ പല പ്രാവശ്യം എടുക്കും, പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇന്ന് ഈ വണ്ടിയിലിരുന്ന് ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം. പിന്നെയും അത് മുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. കാരണം ആലപ്പുഴ വണ്ടാനം സ്വദേശിനിയാണ് ഹസീന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹസീന എന്ന് പറയുന്ന ഈ സഹോദരി വണ്ടാനത്താണ് താമസം. 2 കുഞ്ഞു കുട്ടികളുണ്ട്. ഭർത്താവിന് കൂലിപ്പണിയാണ്. അപ്പോൾ ഈ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ജീവിതം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരു മഹാരോഗത്തിൻ്റെ പിടിയിൽപ്പെടുന്നത്. അത് 10,000-ൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണ്. അതിന് ട്രീറ്റ്മെൻറ്റിന് തന്നെ മാസം 10,000 രൂപ വേണം. എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലാണ് ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 10,000 രൂപ മാസം എന്ന് പറയുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന സഹജീവി കാരുണ്യം എന്ന് പറയുന്ന ആ ഒരു സഹായം, സഹജീവിയോട് കാണിക്കുന്ന കാരുണ്യമെന്ന ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ വിശാലമായ മനസ്സിൽ ആ സഹോദരിക്ക് ഒരു ഇടം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ചികിത്സയ്ക്ക് വേണ്ടി പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആ സഹോദരിയെ താങ്ങി നിർത്തേണ്ടത് സമൂഹത്തിൽ കടമയും ബാധ്യതയുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു കൈ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സഹോദരിയുടെ ഹസീന എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഫുൾ അഡ്രസ്സ്, ബാങ്ക് അഡ്രസ്സ്, വീടിൻ്റെ അഡ്രസ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടാനം സ്വദേശികളായിട്ടുള്ള ആർക്കെങ്കിലും ഇതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ആ വീടൊന്ന് സന്ദർശിക്കുക. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ വിശാല മനസ്സിൽ ആ സഹോദരിക്കൊരു ഇടം കൊടുത്ത് ഓരോ രൂപയും നിങ്ങൾ ആ സഹോദരിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കൈത്താങ്ങായി നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതും ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആ സഹോദരി നിൽക്കുന്നത്. ആ സഹോദരിയെ ഒരു കൈ നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വണ്ടാനത്ത് നിങ്ങളിത് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ആ സഹോദരിയെ കൈത്താങ്ങോടെ താങ്ങി നിർത്തണം ഈ സമൂഹത്തിൽ, ഈ ജീവിതത്തിൽ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഒന്നും വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ മനസ്സിലിടം കൊടുത്ത് ആ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഈ സഹോദരിയുടെ ഈ അവസ്ഥയും നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങളാണ് ഇനി ആ സഹോദരിയുടെ എല്ലാം ബലവും ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജവും നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും അവരുടെ വിശാല മനസ്സുകൊണ്ട് അവർക്ക് ഒരു കരുണ ആഗ്രഹിക്കുന്ന ആ സഹോദരിയെ കാരുണ്യത്തിൻ്റെ ഹസ്തം കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ എത്തിക്കുക. എവിടെ നിന്നാണ് ഒരു സഹായം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ വീണ്ടും ഇതുപോലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഞാൻ